ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നദികളിൽ നിന്ന് വിള്ളലുകളിലും വിള്ളലുകളിലും നിന്ന് അറിയുക, ചെറിയ ചാലുകളിലുള്ളവ ശബ്ദത്തോടെ ഒഴുകുന്നു, വലിയ ഒഴുക്ക് നിശബ്ദമാണ്. നിറയാത്തത് ശബ്ദമുണ്ടാക്കുന്നു, നിറഞ്ഞത് നിശബ്ദമാണ്. ബുദ്ധൻ. പൂർണ്ണതയുടെ ശക്തി. ശബ്ദമുണ്ടാക്കുന്ന ചെറിയ നദികൾ പോലെ നമ്മുടെ അറിവിലും അനുഭവങ്ങളിലും തികഞ്ഞ കുറവുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളും വികാരങ്ങളും ഉച്ചത്തിൽ പ്രകടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. എന്നാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണവും അറിവും അനുഭവവും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ ധീരതയും ശാന്തിയും പ്രകടമാകുന്നു. നമ്മുടെ വാക്കുകൾ കുറച്ചെങ്കിലും അർത്ഥവത്തായി മാറുന്നു. ആത്മവിശ്വാസത്തിന്റെ പ്രാധാന്യം. ശക്തമായ നദികൾ പോലെ നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസവും ദൃഢതയും നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ധൈര്യത്തോടെയും ചലങ്ങളില്ലാതെയും നടത്താൻ കഴിയുന്നു. പരാജയഭയം കുറയുമ്പോൾ പുതിയ പരീക്ഷണങ്ങൾക്കും വെല്ലുവിളികൾക്കും തുറന്ന മനസ്സോടെ നേരിടാൻ നമുക്ക് കഴിയുന്നു. നിശബ്ദതയുടെ മഹത്വം. നിരന്തരം സംസാരിക്കുകയോ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതിലുപരി പ്രവൃത്തികളിലൂടെയും ശാന്തതയിലൂടെയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നതിലൂടെ കൂടുതൽ ഫലപ്രദമാകാൻ കഴിയും. കേട്ടുകേൾവിയില്ലാതെ ഒഴുകുന്ന നദികൾ ശക്തിയും ഗൗരവവും പ്രകടിപ്പിക്കുന്നതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വയം സംസാരിക്കട്ടെ. വിനയത്തിന്റെ പ്രസക്തി. അറിവില്ലായ്മയിൽ നിന്നും ഉച്ചത്തിൽ സംസാരിക്കാനുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ വിനയം ആ പ്രവണതയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ അറിവിലും കഴിവിലും പരിമിതികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പഠിക്കാനും വളരാനും തയ്യാറായിരിക്കുന്നത് ജീവിതത്തിന്റെ യാത്രയിൽ വളരെ പ്രധാനമാണ്. മൊത്തത്തിൽ ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പൂർണ്ണതയും ആത്മവിശ്വാസവും കൈവരിക്കാനും പ്രവർത്തനങ്ങളിലൂടെയും ശാന്തതയിലൂടെയും നമ്മുടെ തന്റേടം പ്രകടിപ്പിക്കാനും വിനയം നിലനിർത്തി പഠിക്കാനും വളരാനും തയ്യാറായിരിക്കാനുമാണ്. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സഫലവും സന്തോഷപ്രദവുമാക്കാൻ സഹായിക്കും. നിശ്ചയദാർഢ്യത്തിന്റെ പ്രാധാന്യം. ശക്തമായ നദികൾ തടസ്സങ്ങളെ നേരിട്ടും വിട്ടുമാറി ഒഴുകുന്നപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിശ്ചയദാർഢ്യത്തോടെയും പ്രതിബന്ധങ്ങളെ അതിജയിച്ചും മുന്നോട്ടു പോകേണ്ടത് പ്രധാനമാണ്. ഉച്ചത്തിൽ ഒഴുകുന്ന നദികൾ പാറകളിൽ തട്ടി തിരിയുന്നതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവേകത്തിന്റെ ആവശ്യകത. വെള്ളം പാഴ്വസ്തുക്കൾ കൊണ്ടുപോകുന്നതുപോലെ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിവേകത്തോടെയും ചിന്തിച്ചു മാത്രം നടത്തണം. തിരക്കിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഓർക്കുക. സഹജീവികളോടുള്ള കരുണ. വലിയ നദികൾ ചെറിയ നദികളെ ഉൾക്കൊള്ളുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹജീവികളോടും കരുണയും വിശാലമനസ്കതയും കാണിക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കാനും സഹായം നൽകാനും തയ്യാറായിരിക്കുക. സ്വയം തിരിച്ചറിവിന്റെ പ്രധാനം. നദി തന്റെ ഗതി തിരിച്ചറിഞ്ഞ് ഒഴുകുന്നതുപോലെ നമ്മുടെ കഴിവുകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് സ്വയം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഇത് നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും ദുർബലതകൾ മറികടക്കാനും സഹായിക്കുന്നു. പ്രകൃതിയോടുള്ള ബന്ധം. നദികൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതവും പ്രകൃതിയോട് ഇഴചേർന്നു കിടക്കുന്നു. അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതവും സംരക്ഷിക്കുന്നു എന്ന് ഓർക്കുക. കേരളത്തിന്റെ മലനിരകളിൽ ഇടുങ്ങിയ കാടുകളുടെ ഇടയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ നദിയുണ്ടായിരുന്നു. പാറകളുടെ വിടവുകളിലും ഗുഹകളിലും ചെറിയ ഇഴച്ചുനീങ്ങൽ അതിന്റെ പാതയിൽ ചെറിയ തടസ്സങ്ങളിൽ ഇടിക്കുമ്പോൾ അത് നിരന്തരം മുരമുറുത്തു. വെള്ളച്ചാട്ടങ്ങൾ കടന്നുപോകുമ്പോൾ അലറും, ആഴം കുറഞ്ഞ മണിൽ പരന്നുപോകുമ്പോൾ പിറുപിറുക്കും. ചെറിയ നദിക്ക് എപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു. അതിന്റെ യാത്രയ്ക്ക് ഒരു ശബ്ദട്രാക്ക്. മലനിരകളുടെ മറഞ്ഞ ഭാഗത്ത് ഗംഭീരമായ ഒരു നദി ഒഴുകിയിരുന്നു. അതിന്റെ വീതി ഒരു കാട്ടുപാതയോളം വന്നു, ആഴം നിഗൂഢതയുടെ കൂപം പോലെ. അതിന്റെ ഒഴുക്കിൽ ഒരു ശാന്തത ഉണ്ടായിരുന്നു. തടസ്സങ്ങൾക്കൊന്നും അത് വിലപ്പെടുത്തിയില്ല. പാറകൾക്ക് ചുറ്റും പ്രവർത്തിച്ചു, മണലിലൂടെ മൃദുവായി ഒഴുകി. ഗംഭീരമായ നദി യാത്ര ചെയ്തു, പക്ഷേ അത് നിശബ്ദമായിരുന്നു. അതിന്റെ ശക്തിയും വിസ്താരവും ഒരു ഭംഗിയായി ഒഴുകി. ഒരു ദിവസം ചെറിയ നദി ഗംഭീരമായ നദിയെ കണ്ടുമുട്ടി. എന്താണ് ഇത്ര ശാന്തത? ചെറിയ നദി ചോദിച്ചു. നിങ്ങൾ ഇത്ര വലിയവനാണ്, എല്ലാവർക്കും കേൾക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനില്ലേ? ഗംഭീരമായ നദി പുഞ്ചിരിച്ചു. ഞാൻ പറയാനുള്ളതെല്ലാം എന്റെ ഒഴുക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പറയുന്നു. വെള്ളച്ചാട്ടങ്ങൾ എന്റെ ശക്തി പ്രകടനം, മണലിലൂടെയുള്ള ഒഴുക്കൽ എന്റെ കരുണ, പാറകൾക്ക് ചുറ്റുമുള്ള നൃത്തം എന്റെ വിനയം. ചെറിയ നദി ചിന്തിച്ചുപോയി. അത് നോക്കി. അതിന്റെ ചെറിയ ഒഴുക്കിൽ അത് സൃഷ്ടിക്കുന്ന ശബ്ദം, അതിന്റെ നിരന്തരമായ അസംതൃപ്തി. അത് ഗംഭീരമായ നദിയുടെ നിശബ്ദതയെ കണ്ടു, അതിന്റെ ശക്തിയും ഭംഗിയും അനുഭവിച്ചു. അന്നു മുതൽ
ചെറിയ നദി മാറി. അത് നിശബ്ദമായി ഒഴുകാൻ തുടങ്ങി. തടസ്സങ്ങളെ കുട്ടുകോലു കൂടാതെ തരണം ചെയ്തു. അതിന്റെ പാതയിലുള്ള എല്ലാവരെയും സഹായിച്ചു. അതിന്റെ ശബ്ദം നഷ്ടപ്പെട്ടു, പക്ഷേ അതിന്റെ ശക്തിയും വിസ്മയവും വളർന്നു. അത് ഗംഭീരമായ നദിയുടെ പാഠം പഠിച്ചു. നിറഞ്ഞിരിക്കുന്നത്, പൂർണ്ണമായിരിക്കുന്നത്, ശാന്തമായിരിക്കുന്നത്. അത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗാനം പാടി. മലനിരകളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഇന്ത്യൻ ഗ്രാമത്തിൽ നിന്നും നമ്മുടെ കഥ തുടങ്ങുന്നു. അവിടെ നിലാംബരൻ എന്ന ചെറുപ്പക്കാരൻ താമസിക്കുന്നു. നിലാംബരൻ ഉത്സാഹിയും നിരന്തരം സംസാരിക്കുന്നവനുമാണ്. അവന്റെ ചിന്തകൾ ആരവമുണ്ടാക്കുന്ന ചെറിയ നദി പോലെയാണ്, എപ്പോഴും പുറത്തേക്ക് ഒഴുകുന്നു. എന്നാൽ അവന്റെ ജീവിതം പ്രയാസങ്ങളും നിരാശയും നിറഞ്ഞതാണ്. കൃഷി പരാജയപ്പെടുന്നു, കടങ്ങൾ കൂടുന്നു, ഭാവി അനിശ്ചിതമായി തോന്നുന്നു. നിലാംബരൻ നിശയിൽ അലറുകയാണ്. അവന്റെ ശബ്ദം ദുഃഖത്തിന്റെ പ്രതിധ്വനിയാണ്. ഒരു ദിവസം ഗ്രാമത്തിന്റെ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഗംഭീരമായ ഗംഗാനദി നിലാംബരന്റെ കണ്ണിൽ പതിച്ചു. ഹിമാലയത്തിന്റെ മടിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി ദൈർഘ്യത്തിലും ആഴത്തിലും വിസ്മയകരമാണ്. അതിന്റെ ഒഴുക്ക് ശാന്തവും ശക്തവുമാണ്. വെള്ളച്ചാട്ടങ്ങൾ ഗംഭീരമായ സംഗീതം രചിക്കുന്നു. നിലാംബരൻ കരയിൽ ഇരിക്കുകയും നദിയുടെ നിശബ്ദ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. അവിടെയിരുന്ന് നിലാംബരൻ ഗംഗയുടെ പാഠം മനസ്സിലാക്കുന്നു. നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ ഒരു വാക്കും പറയാതെ ശക്തിയായും സൗന്ദര്യവുമായും ഗംഗ പറയുന്ന വർത്തമാനം. നിലാംബരൻ തന്റെ നിരന്തരമായ സംസാരത്തെക്കുറിച്ചും ആന്തരിക ശബ്ദത്തിന്റെ ശൂന്യതയെക്കുറിച്ചും ചിന്തിക്കുന്നു. തിരിച്ചുവരവിൽ നിലാംബരൻ മാറി. അവൻ കുറച്ചു സംസാരിച്ചു, കൂടുതലും പ്രവൃത്തികളിലൂടെ തന്റെ ചിന്തകളെ പ്രകടിപ്പിച്ചു. പ്രയാസങ്ങളെ അവൻ നിശബ്ദമായി നേരിട്ടു, കടങ്ങളെ ക്ഷമയോടെ തീർത്തു, ഭാവിയിലേക്ക് വിശ്വാസത്തോടെ നോക്കി. അവന്റെ ജീവിതം ചെറിയ നദിയുടെ പ്രക്ഷുബ്ധതയിൽ നിന്നും ഗംഭീരമായ ഗംഗയുടെ ശാന്തതയിലേക്ക് മാറി. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.